ഹലോ ഫ്രണ്ട്സ്, ഞാൻ സയസ് ചെയ്യുന്നത് പുതുത്തമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കൊമ്പൻ്റെ ബസ്സിൻ്റെ മോഡുകൾ കാണിച്ചു തന്നെയാണ്. അതായത് കൊമ്പൻ്റെ ഏകദേശം ഒരു 4-5 മോഡുകൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിച്ചു തരും. അതായത് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാനും എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാനും എവിടെ നിന്ന് നമുക്ക് കിട്ടുന്നതിനും അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു ഗെയിം പ്ലേ പോലെ കാണിച്ചു തരും. അങ്ങനെ ടോട്ടൽ അഞ്ച് ഏകദേശം കൊമ്പൻ്റെ ബസ് മോഡുകളാണ് നമ്മളിന്ന് വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതേപോലെ വേറെ ഏതെങ്കിലും ബസ്സുകളുടെ, അതായത് കൊമ്പനല്ലാണ്ട് വേറെ ഏതെങ്കിലും ബസ്സുകളുടെ മാത്രമായിട്ട് മോഡുകൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ താഴത്ത് കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെന്തായാലും അതിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ കൊമ്പൻ്റെ വീഡിയോ ആണ് കാണാൻ പോകുന്നത്. വീഡിയോ കിടക്കുമ്പോൾ ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം അത് നോട്ടിഫിക്കേഷൻ അപ്ലൈ നമുക്ക് വീഡിയോ എടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ബസ്, നമ്മുടെ കൊമ്പൻ്റെ യോദ്ധാവുന്ന ബസ്സാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ലൈറ്റൊക്കെ ഓൺ ചെയ്തിട്ടേക്കാണ്. അപ്പോൾ ഇതാണ് ലൈറ്റ് ഓഫ് ചെയ്താലുള്ള ലുക്ക്. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ ബാക്കി സംഭവങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇൻറ്റീരിയർ വരുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. ഇൻറ്റീരിയർ ലൈറ്റ് സംഭവങ്ങൾ അധികമൊന്നുമില്ല. സ്റ്റിയറിംഗ് ഒക്കെ ഈ ഒരു രീതിയിലാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. പുറത്തുനിന്നുള്ള ലുക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ടോട്ടൽ ലൈറ്റുകളൊക്കെ വരുന്നത്. ചുറ്റും നിറച്ച് ലൈറ്റുകൾ, ഉള്ളിൽ ഇതൊക്കെ കത്തുന്നുണ്ട് ലൈറ്റ്, മുകളിലും സംഭവങ്ങളൊക്കെ ലൈറ്റ് കത്തുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കൊമ്പൻ്റെ യോദ്ധാവ് എന്ന് പറഞ്ഞ ബസ്. അപ്പോൾ ഞങ്ങൾക്ക് നമ്മുടെ രണ്ടാമത്തെ ബസ് ഏതാ നോക്കാം, കൊമ്പൻ്റെ. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ബസ്, നമ്മുടെ കൊമ്പൻ്റെ ഗഡാഫി എന്ന് പറഞ്ഞൊരു ബസ്സാണ്. അതായത് നിങ്ങൾക്ക് സൈഡിൽ പേര് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നമ്മുടെ കൊമ്പൻ്റെ പഴയ ബസ്സും പുതിയ ബസ്സുകളൊക്കെ നമ്മൾ ഈ ഇതിൽ കാണിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ. അപ്പോൾ ഇതിൽ ഏകദേശം 5 ബസ്സോളം നമ്മൾ കൊമ്പൻ്റെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി ഡൗൺലോഡ് ചെയ്യാനൊക്കെ ഫുൾ വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ലൈറ്റ് സെറ്റപ്പ് വരുന്നത്. അതുപോലെ തന്നെ ഇൻറ്റീരിയർ കാണിച്ചു തരാം. ഇൻറ്റീരിയർ വരുന്നത് ഈ ഒരു രീതിയിലാണ്. ലൈറ്റിങ് ഇത്ര സംഭവങ്ങളിൽ ലൈറ്റിംഗ് ആണുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ടോട്ടൽ ലുക്ക് വരുന്നത്. ഇതാണ് സൈഡിലത്തെ ലുക്കൊക്കെ. പിന്നെ അത്യാവശ്യം നമുക്ക് ഡോറ് സംഭവങ്ങളൊക്കെ തുറക്കാനൊക്കെ പറ്റും. നമുക്ക് 1 അമർത്തി ഈ സൈഡിലത്തെ ഡോറ് തുറക്കും. പിന്നെ അതുപോലെ 2 അമർത്തി ഈ സൈഡ് ഇങ്ങനെ തുറക്കും. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ ഈ സൈഡിലത്തെ ഡോറ് നമുക്ക് ഇതേപോലെ തുറക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് കുറച്ച് ഓടിച്ചു നോക്കാം നമ്മുടെ കൊമ്പൻ്റെ ഗഡാഫി എന്ന് പറഞ്ഞ ബസ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബസ്. അപ്പോൾ ഇനി നമ്മുടെ കൊമ്പൻ്റെ മൂന്നാമത്തെ ബസ് ഏതാ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ബസ്, നമ്മുടെ കൊമ്പൻ്റെ കാളി എന്ന് പറഞ്ഞ ബസ്സാണ്. നമ്മുടെ വൈറ്റ് കളർ ബസ് കൊമ്പൻ്റെ കാളി എന്നത് സൈഡിൽ സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ലൈറ്റ് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ലൈറ്റ് ഇത്ര ലൈറ്റുകളാണ് ഇതിലുള്ളത്. മുകളിൽ ലൈറ്റ്, സൈഡിൽ ഹെഡ് ലൈറ്റ്, പിന്നെ നമ്മുടെ ടയറിൻ്റെ സൈഡിൽ ലൈറ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇൻറ്റീരിയർ വ്യൂ വരുന്നത് ഇതാണ്. ഇൻറ്റീരിയറിലെ ലൈറ്റിങ് അധികമില്ല. സ്റ്റിയറിംഗ് ഒക്കെ കുറച്ചും കൂടി അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മുമ്പിൽ നിന്നുള്ള ലുക്ക്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കുറച്ച് ഓടിച്ചു നോക്കാണ്. അപ്പോൾ ഓടിക്കുമ്പോഴുള്ള ലുക്ക് ഇതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കൊമ്പൻ്റെ കാളി എന്ന് പറഞ്ഞ ബസ്. അപ്പോൾ ഇനി നമ്മുടെ കൊമ്പൻ്റെ അടുത്ത ബസ്സുകൾ ഏതൊക്കെയാണ് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ബസ്, നമ്മുടെ കൊമ്പൻ്റെ അധോലോകം എന്ന് പറഞ്ഞൊരു ബസ്സാണ്. അപ്പോൾ കുറച്ച് ബാക്കിയുള്ള ബസ്സിനേക്കാളും കുറച്ചും കൂടി ചെറിയ സൈസാണ് തോന്നുന്നു കാണുമ്പോൾ. പിന്നെ അതുപോലെ ഇതിൻ്റെ ലൈറ്റ് സംഭവങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ലൈറ്റ് ഇത്ര ലൈറ്റുകളാണ് ഉള്ളത്. സൈഡിൽ ഈ ഒരു രീതിയിലാണ് ലൈറ്റ്. പിന്നെ അതുപോലെ തന്നെ ഇൻറ്റീരിയർ വരുന്നത് ഈ ഒരു രീതിയിലാണ്. ഇൻറ്റീരിയറിൽ വലിയ കാര്യമായിട്ട് ലൈറ്റിങ്ങൊന്നും ഇല്ല. അപ്പോൾ സ്റ്റിയറിംഗ് ഒക്കെ ഇങ്ങനെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഓടിക്കുമ്പോൾ ലുക്ക് വരുന്നത്. കൊമ്പൻ എഴുതിയ ഭാഗത്തൊക്കെ ലൈറ്റ് കത്തുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ ഓഫ് ചെയ്തിടാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ നാലാമത്തെ ബസ്സായിരുന്നു. അപ്പോൾ ഇനി നമ്മുടെ ഈ ഒരു വീഡിയോയിലത്തെ ലാസ്റ്റത്തെ ബസ് 5 ബസ്സുകളാണ് നമ്മളിന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ അതിൽ കൊമ്പൻ്റെ 5ാമത്തെ ബസ് ഏതാ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിലത്തെ ലാസ്റ്റത്തെ വണ്ടി, നമ്മുടെ കൊമ്പൻ്റെ ദാവൂദാണ്. അപ്പോൾ ഇതിൻ്റെ ലൈറ്റ് സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ലൈറ്റ് ഉള്ളത്. നല്ല അടിപൊളി ലൈറ്റിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇൻറ്റീരിയർ കാണിച്ചു തരാം. ഇൻറ്റീരിയർ എന്ന് ചെയ്യുന്ന ഈ ഒരു രീതിയിലാണ്. ഉള്ളിലെ ലൈസർ ലൈറ്റുകളൊക്കെയാണ് ഈ കാണുന്നത്. പിന്നെ അതുപോലെ സ്റ്റിയറിംഗ് ഇങ്ങനെയാണ്. പിന്നെ പുറത്ത് ദാവൂദ്, അങ്ങനെ സംഭവങ്ങൾ ഡീറ്റെയിൽ ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ടോട്ടൽ ലുക്ക് വരുന്നത് നമ്മുടെ കൊമ്പൻ്റെ ദാവൂദിൻ്റെ. ലൈറ്റിങ് കുറച്ചും കൂടി അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. അപ്പോൾ നമ്മൾ നൈറ്റ് വ്യൂവിലാണ് ഇപ്പോൾ ഇട്ട് ഓടിക്കുന്നത്. അപ്പോൾ നൈറ്റിൽ ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് ഓടിക്കാൻ അത്യാവശ്യം അടിപൊളി ലുക്ക് ഉണ്ട്. അപ്പോൾ ഇത്ര ഉണ്ടായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ 5 കൊമ്പൻ്റെ ബസ്സുകളായിരുന്നു. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഡൗൺലോഡ് ചെയ്തതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ പ്ലേ സ്റ്റോറിൽ എടുത്തതിന് ശേഷം കൊമ്പൻ ബസ് ലിവറി മോഡ് എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ ആ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ അടിയിലൊരു ഇത് കാണാം. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ ഇഷ്ടം പോലെ കുറേ മോഡുകൾ കാണാം. അതിൽ നമുക്ക് ഏത് ആവശ്യം എന്ന് വെച്ചാൽ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഈ കൊമ്പൻ കാളി എന്ന് പറഞ്ഞിട്ടുള്ള ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു ഫയൽ കാണാം. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു ഡൗൺലോഡ് ബട്ടൺ കാണാം. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ മീഡിയ ഫയലിൻ്റെ വെബ്സൈറ്റിലായിരിക്കും എത്തുക. അപ്പോൾ അതിൽ നമ്മുടെ ഫയൽ കാണാം. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫയൽ ഇവിടെ ഡൗൺലോഡ് ആവാൻ തുടങ്ങിയിട്ട് അതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ലിവറിയും കൂടി വേണം. അപ്പോൾ ആ ലിവറിയുമ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അടിയിൽ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. അത് നമ്മുടെ മീഡിയ ഫയലിൻ്റെ വെബ്സൈറ്റിലേക്ക് എത്തുക. അപ്പോൾ അതിൻ്റെ മുകളിലൂടെ ഡൗൺലോഡ് കാണാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതേപോലെ ഫയൽ വരും. അപ്പോൾ അവിടെ ഡൗൺലോഡ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ 2 ഫയൽ ഇവിടെ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ മൊബൈലിൻ്റെ ഫയൽസ് എടുത്തതിന് ശേഷം സെഡ് ഒന്ന് ജസ്റ്റ് സെർച്ച് ചെയ്തു. ഇതാണ് നമ്മൾ പിന്നെ ഡൗൺലോഡ് ചെയ്ത ഫയലിൻ്റെ പേര്. സെഡോൺ BCV അങ്ങനെയാണ് അതിൻ്റെ ഫയലിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ സൈഡിൽ ക്ലിക്ക് ചെയ്യുക, മൂവ് കൊടുക്കുക.
ഇൻറ്റേർണൽ സ്റ്റോറേജ് എടുക്കുക, ഡോക്യുമെൻറ്റ്സ് എടുക്കുക, ബസ് ഐ ഡി എടുക്കുക, മോഡ് എടുക്കുക, പേസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിന് ശേഷം നമുക്ക് ലിവറി അപ്ലൈ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ജസ്റ്റ് ഗെയിം ഒന്ന് ഓപ്പൺ ചെയ്യാം. നമ്മുടെ ബസ് അപ്പയിൽ നമുക്ക് ഇനി ലിവറി ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി ലിവറിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലിവറി ആഡ് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് കാണിച്ചു തന്നാലും നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യം വരുമ്പോൾ ഇവിടെ മുകളിൽ ജസ്റ്റ് ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യുക, അതിന് സൈഡിൽ ബ്രൗസ് ലിവറി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം ഡിവൈസ് ഗാലറി എടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ലിവറി ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി.